ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ മുറിപ്പാടുകൾ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മുറിപ്പാടെന്ന് അറിയാമോ? നമ്മുടെ അവിശ്വാസം മാറ്റുവാൻ. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമാകോ. 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമാകോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അമേനന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മക സ്നേഹം അതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. അമേ ദൈവമേ നിൻ മക സ്നേഹം അതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാണ് വളർന്നിട എത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാണ് വളർന്നിട എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അമേനന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. ബോധമെഴും തിരുമാർവിയുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. അവനവൻ ബോധമെഴും തിരുമാർവിയുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. യേശുവേ പാദകത്താൽ സ്നേഹം അതിശയമേ. യേശുവേ പാദകത്താൽ സ്നേഹം അതിശയമേ. അവനന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാവിലെ കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല സഭായോഗം കൂടെ, വിശുദ്ധ സഭായോഗം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നത് ഓർത്തുകൊണ്ട് ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്ര സ്തുതി യാഗങ്ങൾ അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ഇവിടെ ആരോഗ്യമുള്ളവരായി കടന്നു വരുവാനിടയായി, സൗഖ്യമുള്ളവരായി കടന്നു വരുവാനിടയായി, സന്തോഷത്തോടുകൂടെ സമാധാനം അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുവാൻ ദൈവം തന്ന കൃപയല്ലാതെ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ പരിപാലനമാണ്. ദൈവം നമ്മെ പരിപാലിച്ചതാണ്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ നമ്മെല്ലാം അറിയപ്പെടുന്ന പാസ്റ്റർ പ്രിൻസ് അവറുകൾ. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ജേക്കബ് ജോസഫ് എന്നാണ്. എന്നാൽ അറിയപ്പെടുന്നത് അങ്ങനെയൊന്നുമല്ല, പ്രിൻസ് പാസ്റ്റർ ഗിൽഗാൽ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദീർഘവർഷങ്ങളിലെ ദൈവ സ്നേഹം ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ട്, ബന്ധമുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്തുവിടെ ഇരിക്കുന്ന പലർക്കും ഗിൽഗാലുമായിട്ട് ബന്ധമുള്ളവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസനെ നാട്ടിൽ കടന്നു പോകുമ്പോഴൊക്കെ സാഹചര്യം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, അവിടുത്തെ ശുശ്രൂഷകൾ അനുഭവിക്കാറുണ്ട്. അതെല്ലാം ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോൽക്കാലം നമ്മോടൊപ്പം കർത്താവദാസനായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്, നമുക്ക് ആത്മീക നന്മയാണ്. കർത്താവദാസനിലൂടെ ശ്രേഷ്ഠമേറിയ ദൈവിക അരുളപ്പാടുകൾ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ സമയത്തെ എല്ലാവരും തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുവാൻ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്.
നമുക്ക് ഇന്ന് നല്ലൊരു സങ്കീർത്തനം വായിക്കുവാൻ ദൈവം ഇടയാക്കി. 92-ാം സങ്കീർത്തനമാണ്. ഇതിൽ നിന്ന് ഞാൻ തന്നെ ഒത്തിരി പ്രാവശ്യം ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനങ്ങളൊക്കെ എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ ആരാധിക്കുവാൻ ഒന്നുകൂടെ ഉത്സാഹിപ്പിക്കാനായിട്ടാണ്. സ്തോത്ര ഗീതങ്ങളാണ് ഏറിയ പങ്ക് സങ്കീർത്തനങ്ങളും. സങ്കീർത്തന ശുശ്രൂഷകളിൽ മിക്കവാറും ദൈവദാസന്മാർ വായിക്കുന്ന സ്തോത്ര സങ്കീർത്തനങ്ങളാണ്. സ്തോത്ര സങ്കീർത്തനം കാരണം ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യുവാനായിട്ട് മാത്രമാണ് അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഈ ദാവീദ് പാടുന്ന പാട്ടെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ നിൻ്റെ ദയയും രാത്രിതോറും നിൻ്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരാധന എന്താണ് എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ആരാധന? വലിയ ശബ്ദത്തിൽ സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണോ ആരാധന? ദൈവത്തിന് സ്തോത്രം. കൈ ഉയർത്താൻ പറയുന്നുണ്ട് കൈ ഉയർത്തുകയും ഹല്ലേലൂയ പറയാൻ പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയുകയും ചെയ്യുന്നതാണോ ആരാധന? അല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, the faithfulness and the loving kindness of God that we have personally experienced in our life. Let us remember that, and out of that love and loving kindness and faithfulness of God we say സ്തോത്രം. നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പകലിൽ നമുക്ക് ചിന്തിച്ച് സ്തോത്രം പറയേണ്ടവരാണ്, ഓർത്ത് സ്തോത്രം പറയേണ്ടവരാണ്. ആമേൻ. ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത്, ആമേൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആരാധന എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവരെ വേദപുസ്തകത്തിൻ്റെ തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്ന പേരെന്താണെന്നറിയാമോ? മൃഗപ്രായനായ മനുഷ്യൻ. എന്തറിയുന്നില്ല? ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. അവരുടെ ചിന്തകൾ വേറെയാ. അവരുടെ ചിന്തകൾ എങ്ങനെയൊക്കെ എന്തൊക്കെ നേടാം, സമ്പാദിക്കാം, അതിനുള്ള വ്യഗ്രതകളും പല ചിന്താകുലങ്ങളും ചിന്താഭാരങ്ങളുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെങ്കിൽ അവർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നില്ല, അവർക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, സിമ്പിളി അവരത് ഓർക്കുന്നില്ല. എന്തോർക്കുന്നില്ല? ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർക്കുന്നില്ല. മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല. അടുത്ത അവരെ വിളിക്കുന്ന കുറച്ചുകൂടെ കട്ടിയുള്ള വാക്കാണ്. എന്താണ്? മൂഢൻ. അതെന്ത് ചെയ്യുന്നില്ല? എന്ത് ഗ്രഹിക്കുന്നില്ല? ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഈ മൂഢന്മാരും ഇരിക്കുന്നത്, ഈ മൃഗപ്രായനും ഇരിക്കുന്നതൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ്. പക്ഷെ അവരത് ഗ്രഹിക്കുന്നില്ല, അവരത് ഓർക്കുന്നില്ല. പക്ഷെങ്കിൽ നല്ലതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ അവൻ്റെ പ്രാകാരങ്ങളിൽ എന്ത് ചെയ്യും? തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ പച്ചവെച്ചും പുഷ്ടിവെച്ചും ഫലം കായ്ച്ചും ഒക്കെ ഇരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആരാധന സ്തോത്രത്തിൻ്റെ ആരാധനയാകുമെങ്കിൽ, ഈ ആരാധന സ്തുതിയുടെ ആരാധനയാകുമെങ്കിൽ, നമ്മുടെ ഈ സൺഡേ മോർണിംഗ് സെഷൻ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയായി ഓരോരുത്തരും തീർക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി, നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലുകളുമായി ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പഴുതുഷിയേറിടും മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഓ കൃപയാൽ 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 എന്നിൽ പകർന്നോ ശക്തി. ആയിരം ആയിരം ആയിരമായിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോ
ആയിരമായിരം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഓഹോ, കൃപയാൽ 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 എന്നിൽ പകർന്നോ. ഒരിക്കൽ കൂടെ കൃപയാൽ. ഓ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഓ കൃപയാൽ 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 എന്നിൽ പകർന്നോ ശക്തി. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഈ ഉയർപ്പിൻ്റെ ദിനത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിനെ ആരാധിപ്പാൻ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഗിൽഗാൽ ആശ്വാസൻ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുകയും അവസരം ഒരുക്കുകയും സ്വന്തം ഭവനത്തിൽ സ്വന്തം സഹോദരനെ പോലെ എന്നെ പാർപ്പിക്കുകയും എല്ലാ ശുശ്രൂഷകളും നൽകി തരികയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ പാഷപ്രകാശ് വർഗീസ് അവറുകൾ, കർത്താവിൻ്റെ ദാസി, കുഞ്ഞുങ്ങൾ 2 പേര്, ഈ സഭയിലെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ദേശത്തിന് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് കർത്തൃദാസൻ എന്ന് ഞാൻ നന്നായിട്ട് തിരിച്ചറിയുന്നു. ഒരു സഭയുടെ ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്ന ഇടയനാണ്. ഇത് വിശ്വസിക്കുക ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കാം. അത് ദൈവത്താൽ നിയമിക്കപ്പെടുന്നതാണ്. ഒരു പക്ഷെങ്കിൽ അതൊക്കെ പിൽക്കാലത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഒരു ദേശത്തിൻ്റെ ഇടയനാണ്, ഒരു സഭയുടെ മാത്രമല്ല. ഈ ദേശത്ത് ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് താനൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. കർത്താവിന് സ്തോത്രം. മനസ്സ് തുറന്ന് സ്നേഹിപ്പാനും കർത്താവിൻ്റെ വചനത്തിൽ വളർത്തുവാനും തൻ്റെ ദാസൻ്റെ ആ വലിയ പരിപാലന വരത്തെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രശംസ കൂടാതെ ഞാൻ പറയുന്നു, ഒരു അഭിമാനമായിട്ട് പറയുന്നു. ദൈവം തൻ്റെ മക്കളെ ശക്തമായി ഈ ദേശത്ത് ഉപയോഗിക്കട്ടെ. ഗിൽഗാൽ ആശ്വാസ ഭവനിൽ എപ്പം വന്നാലും അദ്ദേഹം കടന്നു വരും. അവിടെ ഞങ്ങൾക്കൊരു ശുശ്രൂഷ നൽകും. ഇപ്രാവശ്യവും ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്കറിയാം, ഇതുപോലെ ആരോഗ്യമുള്ളവരല്ല അവിടെ ഇരിക്കുന്നത്. അവിടെയുള്ള സഭായോഗത്തിൽ സ്ട്രെച്ചറിലും വീൽ ചെയറിലും ഒക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. ഏകദേശം സഭായോഗത്തിന് വരാൻ കഴിയുന്നവർ, അവിടെയുള്ള ചാപ്പലിൽ ഏകദേശം 250ഓളം ആളുകൾ വരും. കർത്താവിന് സ്തോത്രം. അവർ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കും. കൈയില്ലാത്തവർ ആ മുറിഞ്ഞ കൈ കൊണ്ട് അടിക്കും. പ്രൈസ് ദി ലോർഡ്. കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കും. എനിക്ക് തോന്നുന്നില്ല ഈ കട്ടിലോടെ കൊണ്ട് ആരാധനയ്ക്ക് വരുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഗിൽഗാലാണ്. കർത്താവിന് സ്തോത്രം. കുറേ വീൽചെയറുകാർ കാണും. പ്രൈസ് ദി ലോർഡ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനേ കഴിയുള്ളൂ. ബാക്കിയൊക്കെ കർത്താവാണ് ചെയ്യുന്നത്, അല്ലേ? 4 ആൾ പക്ഷപാതക്കാരനെ കിടക്കയോടെ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, ആ കിടക്കയോടെ കൊണ്ടുവന്നതൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ആ കിടക്കയോടെ പുരയുടെ മുകളിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ കട്ടിലോടെ പുരയുടെ മുകളിൽ കയറി. റാമ്പില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മണ്ടയിൽ കയറാൻ പെർമിഷൻ ഇല്ല. എന്നിട്ട് ഓട് പൊളിച്ച് താഴെ ഇറക്കി. എന്തിനാ? യേശുവിൻ്റെ അടുത്തൊരാളെ എത്തിക്കാൻ വേണ്ടി പെടുന്ന പാടുകൾ. ആരാണ്? വിശ്വാസിയാണോ? കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കിടക്കുന്ന പുള്ളിക്ക് ഒരു വിശ്വാസവും ഇല്ല. അതാണ് വേറൊരു പ്രത്യേകത. പക്ഷെങ്കിൽ കൊണ്ടുവന്നവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വന്നവന് വിശ്വാസമില്ല, പക്ഷെ കൊണ്ടുവന്നവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതാണ് സഭ. കർത്താവിന്റെ സ്തോത്രം. വരുന്നവർക്ക് വിശ്വാസമില്ലെങ്കിലും കൊണ്ടുവരുന്നവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതികൂലത്തിന്റെ അകത്തുകൂടെയും യേശുവിന്റെ അടുക്കൽ അവരെ എത്തിക്കും. അവിടെ അത്ഭുതം നടക്കും. ഹല്ലേലൂയ.
അത് കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. ഈ സഭയിൽ ആളുകൾ അധികമൊന്നും ഇല്ലെങ്കിൽ സാരമില്ല പ്രിയപ്പെട്ടവരെ, ഉള്ളവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. ഉള്ളവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തിൽ കൂടി പറയുകയാണ്, ദൈവം ഹല്ലേലൂയ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് അതിന്മേൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കൂട്ടം ദൈവമക്കളൊക്കെയാണ് അവിടെ പാർക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ വളരെ ഭയത്തോടെയാണ് ഈ തിരുവചനവുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഉള്ളടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവിനെ കുറിച്ച് പറയാനല്ലാതെ മറ്റൊന്നിനും പറയുവാൻ പോലും ഞാൻ ഭയപ്പെടുന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഗിൽഗാലിനെ കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഒരു 5.5 മിനിറ്റത്തെ ഒരു യാഥാർത്ഥ്യം അവിടെ എന്താണ് നിങ്ങളെ എല്ലാവരെയും ഈ സഭായോഗത്തിൽ ഗിൽഗാൽ ആശ്വാസഭവനിലേക്ക് ഒരു 5.5 മിനിറ്റ് ഞാനൊന്ന് കൊണ്ടുപോവുകയാണ്. അത് മാത്രം കാണിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. കർത്താവിന് സ്തോത്രം. അത് സഭായോഗ മധ്യത്തിൽ കാണിക്കുന്നതിൽ എനിക്ക് അല്പം ആശങ്കയുണ്ടെങ്കിൽ പോലും അതൊരു ആരാധനയുടെ ഭാഗമാണ്. കാരണം നമ്മുടെ കണ്ണുകളിൽ മനുഷ്യൻ്റെ അവസ്ഥകളൊന്ന് കാണുക, എന്നിട്ട് ദൈവത്തെ ഇത് കഴിഞ്ഞൊന്ന് സ്തുതിക്കണം. കാരണം മനസ്സിൻ്റെ താളം തെറ്റാതെയും നമ്മുടെ കാലുകൾ തളർന്നു പോകാതെയും നമ്മുടെ കുഞ്ഞുങ്ങൾ ബലഹീനത പിടിപെടാതെയും ദൈവം നമ്മളെ നടത്തുന്നതിനായി ദൈവത്തിന് നമ്മൾ ഒത്തിരി നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. കാണാം. ശക്തമായ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം, സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലനം. ഓടി ഓടി തളർന്ന കാലുകളുമായി ഉറയ്ക്കുന്ന കൈകളുമായി ഒരു അഭയത്തിലൂടെ വരുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രം.
സന്തോഷിപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും തന്നതിന് നമുക്ക് കർത്താവിന് ഒത്തിരി നന്ദി പറയണം. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം ഒരു വിജയമാകുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. PhD വരെ പഠിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം PhD പാസ്സായത്. പക്ഷെ PhD സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മനസ്സിന് താളം തെറ്റിപ്പോയി. ആ തലച്ചോറിൽ ഒന്നുമില്ലാതെ ഒരു ശൂന്യമായി പോകുവാനിടയായി തീർന്നു. നമ്മളൊക്കെ പഠിച്ച പഠനം, നമ്മുടെ തലച്ചോറിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാൻ പ്രിയമുള്ളത്. ഒരു പൗലോസ് എന്ന് പറയുന്നൊരു അച്ചാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നു. കല്ലുപെട്ട് തൊഴിൽ, പാറമടയിൽ കല്ലുപെട്ടുന്നൊരു തൊഴിൽ, കഷ്ടപ്പാടായിരുന്നു. അദ്ദേഹം ഒരു ലോട്ടറി എടുത്തു, ഒരു അത്ഭുതം, ഒരു ഭാഗ്യമുണ്ടാകാൻ വേണ്ടി. പക്ഷേ അത് 86-ലായിരുന്നു. അന്ന് അടിച്ചു. 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു. ഇത് കയ്യിലോട്ട് കിട്ടി. അടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒറ്റ ചിരിയാണ് ചിരിച്ചത്. പിന്നെ ആ ചിരി നിന്നിട്ടില്ല. ആ ചിരി മാറ്റാൻ ആ മക്കള് അതിൻ്റെ ഇരട്ടി പൈസ ചെലവഴിക്കേണ്ടി വന്നു. എന്നിട്ടൊടുവിൽ ആ മനുഷ്യൻ കോലഞ്ചേരി തെരുവിൽ കൂടി അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി, ചിരിച്ചോണ്ട്. ആ മനുഷ്യനെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ സംരക്ഷിക്കാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പണമില്ലാത്ത ദാരിദ്ര്യത്തിൽ കൂടി കടന്നുപോയ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നന്മയുണ്ടായപ്പോൾ അനുഭവിക്കാൻ പറ്റിയോ? ഒരു സന്തോഷം. അത് മാനസിക രോഗമായിട്ട് മാറി. നമുക്ക് നന്മകൾ ദൈവം തന്നില്ലേ? പക്ഷേ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. +2-ൽ 2nd റാങ്ക് വാങ്ങിച്ച ജിജി എന്ന് പറഞ്ഞൊരു സഹോദരൻ, ചെറുപ്പക്കാരൻ, അടൂക്കാരനാണ്, റാങ്ക് ഹോൾഡറാണ്. 2nd റാങ്ക് 96. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ തുടർ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാതെ മയക്കുമരുന്നിനടിമപ്പെട്ട് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. ഇന്ന് 15 വർഷമായിട്ട് ഗിൽഗാലിലാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലും നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകാതിരിക്കുന്നതിനാൽ നന്ദിയോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, മക്കളെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെങ്കിൽ ഏത് കുഞ്ഞ് പിറന്നു വീഴുമ്പോഴും ആ കുഞ്ഞൊന്ന് കരഞ്ഞില്ലെങ്കിൽ ബോധമുള്ള ഒരമ്മ കരയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഏത് അമ്മയും സങ്കടപ്പെടുത്തും, കരളലിയിപ്പിക്കും. പക്ഷെങ്കിൽ ജനിച്ചു വീഴുമ്പോൾ സ്വന്തം ഉദരത്തിൽ നിന്നൊരു കുഞ്ഞ് പ്രസവിച്ചാൽ ഒരമ്മ സന്തോഷിക്കുന്ന ഒരു സമയമാണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ. സത്യം അറിയാമോ? ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുകയാണ്, സ്തോത്രം. എന്നാൽ കുഞ്ഞ് പറന്നു, പക്ഷെ കുഞ്ഞ് കരയുന്നില്ല. 70 വയസ്സുവരെ ജനിച്ച പോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നിങ്ങളൊരു വാർഡിൽ കണ്ടത്. 60 വയസ്സ്, 50 വയസ്സ്. പ്രിയമുള്ളവരെ,
തലമുറകളെ തരുമ്പോൾ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തരുമ്പോൾ നാം ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ആ പാട്ട് പാടിയ സഹോദരൻ ജന്മനാൽ അങ്ങനെ ജനിച്ച ആളല്ല. അദ്ദേഹം പുല്ലാട് ചന്തയിൽ മത്സ്യ വ്യാപാരിയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം തൻ്റെ ജീവിതം ധാരാളിത്തം കൊണ്ടും കിട്ടിയ പണമെല്ലാം മദ്യപിച്ചുമൊക്കെ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ മകന് ഒരു ആട്ടുംകൂട് ഉണ്ടാക്കാൻ വേണ്ടി മകനോടുള്ള സ്നേഹം കൊണ്ട് ഒരു മരത്തിൽ കയറിയതാണ്. മരം വെട്ടിയപ്പോൾ ആ മരം വേർപെട്ടു പോയി, കൈവിട്ട് താഴേക്ക് പോയി, നട്ടുപൊട്ടിച്ചു. അന്നേരം കാലുകളൊന്ന് പിടയ്ക്കുന്നത് മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. പിന്നെ അദ്ദേഹം 18 വർഷമായി ആ കാലുകൾ ചലിച്ചിട്ടില്ല. ഈ കഴുത്തിനായിരുന്നു അപകടം സംഭവിച്ച, സ്പൈനൽ കോഡ് ഡാമേജ് ആയി പലക കട്ടിലിൽ കിടന്ന് ബെഡ് സോർ ബാധിച്ച് ദുർഗന്ധം അമിക്കുന്ന ഒരു അവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകിടന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ മൂക്കുപൊത്തിയാണ് ചെന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അഴുകുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓർത്തു നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ദൈവം നൽകിയ ചില പവറുണ്ട്. ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ശരീരം ബെഡ് സോർ ബാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഇന്ന് നാട്ടിലെ അവസ്ഥ വളരെ സങ്കടകരമാണ്. ആ സഹോദരൻ്റെ ശരീരം ബെഡ് സോർ ബാധിച്ചു. ചീഞ്ഞ ഒരു ശരീരവുമായിട്ടാണ് ഗിൽഗാലി വന്നത്. അദ്ദേഹം സമർത്ഥോമക്കാരനായിരുന്നു. ഗിൽഗാലിലെ ആരാധനയ്ക്ക് ഞങ്ങൾ അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നു. ഒറ്റ സഭായോഗത്തിൽ തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റൊന്നുമില്ല. പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്രണം കരിയുവാനിടയായി. അദ്ദേഹം ഇന്ന് കർത്താവിന് വേണ്ടി പാടുന്ന ഒരു സഹോദരനായി. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടല്ലോ. 17 വർഷമായി ഗിൽഗാലി വന്നിട്ട് ഇതുവരെയും കർത്താവ് അദ്ദേഹത്തെ നിലനിർത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്രയോ അപകടങ്ങൾ നമുക്കുണ്ടാകാമായിരുന്നു. എന്നാൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഒരു ഡാമേജും വരാതെ നമ്മുടെ കാലുകൾക്ക് ശക്തി തന്ന, നമ്മുടെ കൈകൾക്ക് ബലം തന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഒന്ന് സ്തുതിക്കാം. പ്രിയമുള്ളവരെ, മഴ നനയാതെ കിടക്കാമെന്ന് പറഞ്ഞൊരു അപ്പച്ചനെ നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് രാജപ്പൻ നായർ എന്നാണ്. നായർ സഹോദരനാണ്, പിതാവാണ്. സാമൂഹ്യനീതി ഓഫീസ് ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാര്യം. ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ സ്വന്തം ഭാര്യയും മകളും അദ്ദേഹത്തെ അടിച്ചിറക്കിയിരിക്കുകയാണ്. വീടിൻ്റെ അയ്യത്ത് ഷെഡിനകത്ത് പുഴുവരിക്കുന്ന അവസ്ഥയിൽ, ഉറുമ്പരിക്കുന്ന അവസ്ഥയിൽ ആ പിതാവിനെ ഞങ്ങൾ കണ്ടു. പ്രിയമുള്ളവരെ, ഞങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരടിയോളം അദ്ദേഹത്തിന് വൻകുടൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം ഭാര്യ പറഞ്ഞു, പെരയ്ക്കകത്ത് കിടക്കണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഭാര്യ പുറത്താക്കിയത്? സാറേ എൻ്റെ രോഗം അത്രയായിപ്പോയി, എൻ്റെ ഈ അസുഖം കൊണ്ടാണ് എൻ്റെ ഭാര്യ എന്നെ പുറത്താക്കിയത്. പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ ചിലപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബന്ധങ്ങൾ. എന്നാൽ ആ മനുഷ്യനെ ഞങ്ങൾ ഏറ്റെടുത്തു. അദ്ദേഹം എത്ര സന്തോഷത്തോടെയാണ്, നമ്മുടെ ഇതിൽപ്പെട്ട ആളല്ല, ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ആ ഭവനത്തിൽ ഇന്ന് അദ്ദേഹം ഏറ്റവും സന്തോഷവാനായി കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി ദൈവത്തോട് നന്ദി പറയണം. ഞാനിത് പറയുന്നത്, നിങ്ങൾ ഗിൽഗാലിനെ സഹായിക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഈ കാലുകൾ നിവരെ നിൽക്കുന്നത്, ഈ മാനസികമായ ആരോഗ്യം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരു സ്തോത്രം പറഞ്ഞ് പ്രതികരിക്കാൻ കഴിയുന്നത്, നിങ്ങൾ ആരോഗ്യത്തോടെ മുൻപോട്ട് പോകുന്നത്, അവൻ്റെ കൃപ ഒന്നു മാത്രമാണ്. ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്ട് ന്യൂസ് കേട്ടാണ് ഈ ആരാധനയ്ക്ക് കയറുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗോഡ് കോഴ്സിൽ ഞാൻ ചെന്നപ്പോൾ ഒരു സെക്കുലർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് വന്നൊരു സഹോദരി, ആ സഹോദരി മാത്രമേ ഉള്ളൂ, മലയാളി സഹോദരി, കോഴഞ്ചേരിക്കടുത്ത് അയിരൂരാണ് വീടെന്ന് പറഞ്ഞു. ആ സഹോദരി ഒന്ന് പരിചയപ്പെട്ടു. ആ സഹോദരിയുടെ ഭർത്താവ് ആ സഹോദരി ഉപേക്ഷിച്ചു. ആ സഹോദരിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഒരു മകന് 21 വയസ്സോളം.
വിളിച്ച് പറഞ്ഞ് അദ്ദേഹം പാവിട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, പാസ്റ്റർ ഞാൻ എങ്ങനെ അവരെ പോയി ആശ്വസിപ്പിക്കും? പാസ്റ്റർ പ്രാർത്ഥിക്കും. ഞാനും ദേവദാസനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. യാതൊരു സ്ഥിരതയുമില്ലാത്ത നമ്മൾ നന്ദി പറയാം കർത്താവിനോട്. കുഞ്ഞുങ്ങളെ, നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഒത്തിരി കർത്താവിനെ ആരാധിക്കണം. നമ്മൾ ഒത്തിരി കർത്താവിനോട് നന്ദി പറയണം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനതിൻ്റെ ഓരോ നിമിഷത്തിനും വില കൊടുക്കുന്നു. ഈ സമയം ഞാൻ അതിൻ്റെ വില കൊടുക്കുന്നു. ഇതൊരു ആരാധനയാണ്. ഈ ദേശത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ആരാധന, പള്ളിയോ പട്ടമോ ഒന്നും നമുക്ക് വേണ്ട. പക്ഷെങ്കിൽ മഴ നനയാതെ വെയിൽ കൊള്ളാതെ യേശുവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ ആരാധിക്കുവാൻ കടന്നു വന്ന ദൈവ മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നല്ല ആഗ്രഹത്തെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ദൈവം പ്രസാദിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ വളരെ വേഗം കർത്താവിൻ്റെ വചനത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു. ഞാൻ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നത്. ഞാൻ ആ സാക്ഷ്യമൊന്നും പറയുന്നില്ല. കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ വൈഫും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ഞങ്ങളുടെ ഒറ്റ പ്രതീക്ഷയോ ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, ഇടയ പരിപാലനം. ആടുകളെ, ആത്മാക്കളെ നേടുക, അവരെ പരിപാലിക്കുക. ദൈവം അത് തന്നു. കഴിഞ്ഞ 12 വർഷക്കാലം ആ ശുശ്രൂഷ തന്നു. പക്ഷെ ഒരു അമ്മച്ചിയുടെ അനുഭവം ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിച്ചു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചു. ഇന്ന് ദൈവം ഞങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നത് ആരോരുമില്ലാത്ത, ശരീരം തളർന്നു പോയ 400-ലധികം പ്രിയപ്പെട്ടവരെയാണ്. ആ ശുശ്രൂഷ ചെയ്യുന്നതിൽ, അവരുടെ ഇടയനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കർത്താവിന് സ്തോത്രം. മാത്രമല്ല, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരെ നിത്യതയിലെത്തിക്കുക എന്നുള്ളതാണ്. ഈ ലോകമോ അവർക്ക് ഈ വിധത്തിൽ ദുരിതമായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിൽ യേശുവിനെ നൽകുക. അവർ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവർ നിത്യതയെ അവിടെ അവകാശികളെ തീരട്ടെ. അതാണ് ശുശ്രൂഷയുടെ ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 39-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 39-ാം വാക്യം. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അതിന്റെ കാര്യം കൂടെ വായിക്കുന്നു താഴോട്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് അല്പസമയം ദൈവം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. വളരെ ശ്രദ്ധയോടിരിക്കണമേ. ഒരു വലിയ പ്രസംഗത്തിനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പഠിപ്പിക്കുക, ഇത് മനസ്സിലാക്കുക. എന്താണ് ചില സംശയങ്ങളും അതിൽ കൂടി ചില ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ഭാഗവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ളൊരു ഭാഗമാണിത്. കർത്താവിന് സ്തോത്രം. ഇവിടെ പ്രധാനമായിട്ടും 2 കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശ്വാസവും സാക്ഷ്യവും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസവും സാക്ഷ്യവും, ഇത് രണ്ടും വളരെ കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. വിശ്വാസം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ലൈവ് പോസ്റ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ നല്ല പാണ്ഡിത്യമുള്ളൊരു കർത്തൃദാസൻ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. എന്നാൽ നമുക്ക് ഈ 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യത്തിന് നിശ്ചയവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ എത്ര പ്രസംഗിച്ചാലും അവർ പറയും ഞങ്ങൾക്ക് കാണാനൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെ ആകെപ്പാടെ ഒരു സ്ക്രീനുമുണ്ട്, 2-3 മൈക്കുമുണ്ട്. ഇത് കണ്ടാണോ നമ്മൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വെറും ഒരു ഷർട്ടും വെറും ഒരു പാൻറ്റും, ഒരു വേഷത്തിൽ പോലും ഒരു പ്രത്യേകതയില്ല. പക്ഷെ പിന്നെയും നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു. എന്നെയല്ല നിങ്ങൾ കാണുന്നത്, എന്നെയല്ല നിങ്ങൾ കേൾക്കുന്നത്, ജീവന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ത്വര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ വല്ലതും വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ ഞങ്ങൾ വരാം. പ്രൈസ് ദി ലോർഡ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ യാത്രാമധ്യത്തിൽ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയപ്പോൾ ഇസ്രായേൽ മക്കൾ അഹരോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ പോയി, മോശയെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, എപ്പം വരുമെന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടാരാധിക്കുവാൻ ഒരു സാധനം ഉണ്ടാക്കി തരണം. പ്രൈസ് ദി ലോർഡ്. ആരുടെ ഇടയിലാണ്? ഇസ്രായേൽ മക്കളുടെ ഇടയിൽ. ഹല്ലേലൂയ. എപ്പോഴാണ്? മിസ്രൈമിൽ വെച്ചാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. പെസഹായും ചോരത്തളിയും ആചരിച്ച് ചെങ്കടൽ കടന്നു വന്ന അത്ഭുതങ്ങൾ കണ്ട ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട ജനം, പ്രൈസ് ദി ലോർഡ്, നന്മ അനുഭവിച്ച ജനം, ഹല്ലേലൂയ, കൂട്ടായ്മ അനുഭവിച്ച ജനം, അവരാണ് പറഞ്ഞത് ഞങ്ങൾക്ക് കണ്ടാരാധിക്കണം. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത, അതിന്റെ ആഴം, അതിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും കടന്നു വന്നാൽ ഓർത്തോണം, അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമുക്ക് കാണാനൊന്നുമില്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ മുൻപിൽ കാണത്തക്കതുപോലെയുള്ള ഒരു രൂപമോ ഭാവമോ വേഷമോ വേഷവിധാനങ്ങളോ ഒന്നുമില്ല. പിന്നെ ദൈവമക്കൾക്ക് എന്താണ് കാണാനുള്ളത്? 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ വരാമെന്ന് ഒരുവൻ വാക്കു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, അവന്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിപ്പാനും കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കാണാനൊന്നുമില്ല. അപ്പോൾ കണ്ട് ഉള്ള ആരാധനയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാണാതെ ആരാധിക്കാൻ എൻ്റെ ആയുസ്സിൽ ഞാൻ ഒരു നിരീശ്വര ചിന്താഗതിയായിരുന്ന സന്ദർഭത്തിൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മഹത്വം, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെങ്കിൽ അത് ഒരു നിശ്ചയമാണ്. കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ഒരു എക്സാമ്പിളോടെ ഞാനൊന്ന് പറയാം, സഭായോഗത്തോടുള്ള ബന്ധത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട്, കൈകളെ കാണുക, വിലാപ്പുറത്തിടുക, അവിശ്വാസി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യക്ഷതകളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഒരു സഭായോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കൂട്ടായ്മയിൽ, ഒരു യോഗത്തിൽ യേശു കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ തലയാഴ്ചയിൽ ഇറങ്ങി വന്നു. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ ആഴ്ചപ്പത്തിനോ അതിൻ്റെ 24-ാം വാക്യം. അപ്പോൾ തോമസ് എന്ത് ചെയ്തില്ല? അപ്പം കഴിഞ്ഞ ആഴ്ചയെ കർത്താവ് വന്നായിരുന്നു, അന്ന് ആരില്ലായിരുന്നു? തോമാച്ചായം വന്നില്ല. എന്തുകൊണ്ട് തോമാച്ചായം വന്നില്ല? കാരണം തോമാച്ചായന് മനസ്സിലായി യേശു പോയി,
യേശു ഈ വലിയ അത്ഭുതമൊക്കെ പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടും യേശു ക്രൂശിക്കപ്പെട്ടു, യേശു മരിച്ചു, തീർന്നു. ഇനിയിപ്പം ആ കൂട്ടായ്മ പോയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിനെ അനുഗമിക്കുമ്പം നമുക്കെന്ത് കിട്ടും? ഈ ക്രൂശിൽ കിടക്കുന്നവനും മരിക്കുന്നവനും അടക്കപ്പെടുന്നവനും ഒക്കെ ആണ് കർത്താവെങ്കിൽ പിന്നെന്തിനേ കർത്താവിന് പുറകെ പോകും? ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ആ പ്രലോഭനം ഉണ്ടായി, എങ്കിലും അവർക്ക് വെളിപ്പെട്ടു, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തോമാച്ചൻ എന്ത് ചെയ്തില്ല? ഇപ്പൊ ഇടയ്ക്കൊക്കെ സഭായം മുടക്കുന്ന ഒരാളാണ് ആര്? ആർക്കൊന്നും തോന്നരുത്, ഞാൻ ആരെ ഇത് ചെയ്ത് പറയുന്നില്ല. കുറച്ചു പേരെ ഉള്ളൂ, പക്ഷെങ്കിൽ കുറച്ചു പേരെ ഉള്ളെങ്കിലും പുള്ളിക്കാരൻ എന്ത് ചെയ്തില്ല? വല്ലപ്പോഴും ഒക്കെ വരത്തു. ഈ വരാത്തവന്റെ ചിന്താഗതിയും വന്നവന്റെ ചിന്താഗതിയും വ്യത്യാസമുണ്ട് കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചേ. 25-ാം വാക്യം. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഈ സഭായത്തിന് പോയവര് കർത്താവോട് വന്നു, കർത്താവിന്റെ മഹത്വം അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചു. അത് വന്നവർക്ക് മാത്രമേ മനസ്സിലാവും. അതൊരു പ്രത്യേക കാര്യമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ, അടുത്ത ആഴ്ച ചെയ്യരുത്, ഈ ദിവസങ്ങളൊന്നും ചെയ്യരുത്, ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു ദിവസം മനഃപൂർവ്വം അങ്ങോട്ട് സഹായം മുടക്കുക. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണേ, ഞാൻ അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വീട്ടിൽ ഇരുന്ന് നോക്കിയേ, അല്ല നിങ്ങൾ എന്തിനേലും പോയി നോക്കിയേ, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുമോ? നിങ്ങളുടെ മനസ്സ് ഇരുളും, നിങ്ങളുടെ മനസ്സിന് ഭാരമുണ്ടാകും, നിങ്ങളുടെ മനസ്സിന് ക്ഷീണമുണ്ടാകും, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടത്തില്ല. എന്നാ സഭായുധത്തിന് പോയവരോ, പ്രൈസ് ദി ലോർഡ്, അവർക്കൊരു സന്തോഷം ഉണ്ടാകും, അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. അവർ എന്ന് ചെന്നിട്ട് പറയും, അയ്യോ ഞങ്ങൾ സഭായത്തിന് പോയി, ഭയങ്കര അനുഗ്രഹമായിരുന്നു, നല്ല ആരാധനയായിരുന്നു. ഈ കേൾക്കുന്നവരുടെ മുഖത്ത് അത് കേട്ട് ചിരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആൾക്കാർ ചിരിച്ചിട്ടുണ്ടോ? നിങ്ങൾ സഭായത്തിന് പോയിട്ട് സഭായത്തിന് വരാത്തവരോട് ഞങ്ങൾ പോയി വളരെ അനുഗ്രഹമായിരുന്നു പറഞ്ഞാൽ, നിങ്ങൾക്കല്ലേ ഇച്ചിരി കിട്ടിയാൽ മതി, അല്ലല്ലോ അനുഗ്രഹം. അങ്ങനൊന്നുമല്ല. ഞാൻ ആരാധനയ്ക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങനൊന്നും സ്വതന്ത്രം പറയത്തില്ല, ഞാൻ അങ്ങനൊന്നും കൈയടിക്കത്തില്ല, ഞാൻ അങ്ങനൊന്നും സാക്ഷ്യം പറയത്തില്ല. എനിക്ക് ഒരു വിശ്വാസമൊക്കെ വരണമെങ്കിൽ എനിക്ക് അത് കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, യേശു ആണെങ്കിൽ, ഉയർത്തെഴുന്നേറ്റതാണെങ്കിൽ എനിക്ക് ആണിപ്പഴുത് കാണണം. കണ്ടാ പോരാ, പിന്നെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വിശ്വാസികളോട് ഇങ്ങനെ സഭ നടത്തും ഭാഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ വന്നു സഭായത്തിന്. അന്നേരം യേശു വന്നു. യേശു എന്തിനാ വരുന്നതെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം യേശു എന്തിനാ വരുന്നതെന്ന്? കാരണം യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, 2 or 3 പേരെ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ വരാമെന്ന്. നിങ്ങൾ കഥ കടച്ചാലും, നിങ്ങൾ യേശുവിനെ സ്വാഗതം ചെയ്തില്ലെങ്കിലും, നിങ്ങൾ യേശുവിനെ നോട്ടീസ് കൊടുത്ത് വിളിച്ചില്ലെങ്കിലും, മൊബൈൽ മെസ്സേജ് ഇട്ടില്ലെങ്കിലും, എൻ്റെ യേശു വരും. വരാൻ കാരണം നിങ്ങളിവിടെ കൂടി വന്നിരിക്കുന്ന അവൻ്റെ നാമത്തിലാണ്. നിങ്ങളറിയാതെ അവന്റെ ദിവ്യ സാന്നിധ്യം ഇവിടെയുണ്ട്. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? അവന്റെ ദിവ്യ സാന്നിധ്യം ഇവിടെയുണ്ട്. യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ച് ഇരുന്ന തന്റെ മക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് യേശുവിന്റെ ദിവ്യ സാന്നിധ്യം ആ കൂട്ടായ്മയിൽ വെളിപ്പെടുത്തിയെങ്കിൽ അന്നു മുതൽ ഇന്നു വരെ അവൻ മരിച്ചടക്കപ്പെട്ടവനാണെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ ഇന്നും നമ്മുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവമാണ്. അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് കാണുവാനും അനുഭവിപ്പാനും കഴിയണം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി ഓർക്കണം, നിങ്ങൾ ഈ പുറമേ കാണുന്ന ഒന്നുമല്ല. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവദാസന്മാർക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും, ഞങ്ങൾ വലിയ അഭ്യാസ പ്രകടനങ്ങളൊന്നും ഇവിടെ നടത്തുന്നില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു കാര്യം സത്യമാണ്, ഇവിടെ കർത്താവുണ്ട്, ഇവിടെ കർത്താവുണ്ട്, കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശരീരത്തിൽ ആ ശക്തി അനുഭവിപ്പാൻ കഴിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസം വർദ്ധിക്കോ? നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിഴലിടോ? ഓ ഹല്ലേലൂയ.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് പറഞ്ഞതുപോലെ അതേ വിശ്വാസത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയോ? അവന്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിയോ? അവന്റെ കൃപ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയോ? ആമേൻ, ഹല്ലേലൂയ. അതാണ് ആരാധന. അതിനാണ് നമ്മൾ കൂടി വരുന്നത്. എത്ര സമയമില്ലെങ്കിലും എത്ര തടസ്സമുണ്ടെങ്കിലും ഒരു ആരാധന മുടക്കാത്തതിൻ്റെ കാരണം അതാണ്. ഹല്ലേലൂയ. ഒരു ആരാധന മുടക്കാത്തതിന്റെ കാരണം അതാണ്. നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ മഹത്വം മനസ്സിലാക്കാൻ, അതെല്ലാം ഒന്നും എടുക്കാൻ സമയമില്ല. ആ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്ക് എന്നാ ഉണ്ടാക്കണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഹല്ലേലൂയ. ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കാൻ എന്തുമാത്രം പാടാണെന്നറിയാമോ? ആ വിശുദ്ധ മന്ദിരത്തിന്റെ പേരാണ് സമാഗമന കൂടാരം. ഹല്ലേലൂയ. ആ സമാഗമന കൂടാരത്തിന് 3 ഭാഗമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. അതിൽ പ്രാകാരത്തിലല്ല ദൈവം വന്നിറങ്ങുന്നത്, വിശുദ്ധ സ്ഥലത്തല്ല ദൈവം വന്നിറങ്ങുന്നത്, അതിപരിശുദ്ധ സ്ഥലത്താണ്. അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങുന്ന ദൈവത്തെ ആർക്ക് കാണാൻ കഴിയും? ഹല്ലേലൂയ. ജനങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല, ആർക്കും കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേഘസ്തംഭത്തിൽ അതേ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് ഇറങ്ങി വരുന്നത് മാത്രമേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. പ്രാകാരത്തിൽ നിൽക്കുന്ന ജനം ആ തിരശ്ശീലയിൽ നിന്ന് മാറുമ്പോൾ ആ പുരോഹിതനെങ്കിലും ഒന്ന് കാണാമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തേക്ക് വരരുതെന്ന് മോശയോട് പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഒരു പർവ്വതമെങ്കിലും, അതെ, ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ നശിപ്പിക്കണം, അതിനെ കൊല്ലണമെന്നുള്ള ആ കൽപ്പന ഞങ്ങൾക്ക് സഹിച്ചുകൂടാ എന്ന് പറഞ്ഞു ജനം. എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ആ പരിസരത്ത് പോലും മനുഷ്യർക്ക് പോയിട്ട് മൃഗങ്ങൾക്ക് പോലും വരാൻ അവകാശമില്ല. ഹല്ലേലൂയ. അങ്ങനെ കിടന്ന ഒരു സ്ഥലമാണ് ദൈവ സാന്നിധ്യം. അവിടേക്ക് യേശു കർത്താവ് പറയാണ്, സമാഗമന കൂടാരവും വേണ്ട, അതിപരിശുദ്ധ സ്ഥലവും വേണ്ട, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദേവാലയവും വേണ്ട, മധുവായും വേണ്ട, പള്ളിമേടയും വേണ്ട. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് 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 എന്ന് പറഞ്ഞവൻ, അന്ന് പറഞ്ഞവൻ മാറിപ്പോയിട്ടില്ല. അവൻ ഇന്നും ഇവിടെയുണ്ട്. ഈ സഭായോഗ മധ്യത്തിൽ ഞാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു. യേശുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതേ, അവൻ ഇന്നും നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെ, അവിടെ കർത്താവ് വന്നു. കർത്താവ് വന്നപ്പോൾ നേരെ തോമസിനോട് ചോദിച്ചു, ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. നേരെ തോമസിന്റെ അടുത്തോട് ചെന്നു, തോമസേ ഞാനാകട്ടോ. പ്രൈസ് ദി ലോർഡ്. കയ്യെ കൊണ്ട് കാണിച്ചു, വിരലിടാൻ പറഞ്ഞു. വായിച്ചു നോക്കി, വിരലിട്ടോ. അലർജി ആയിരുന്നു. തോമസ് എന്ത് ചെയ്തു? എന്റെ കർത്താവും ദൈവവുമേ, അത്രേ പറഞ്ഞുള്ളൂ. അതോടെ തീർന്നു. എത്ര യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ചും കർത്താവിന്റെ പാദപീഠത്തിലിരുന്നാലും അവന്റെ സാന്നിധ്യത്തിന് അല്പം ഒന്ന് കണ്ടതേ ഉള്ളൂ. അതോടെ മതിയായി. വിരൽ വിടണ്ട, കൂടുതലൊന്നും കാണണ്ട. എന്റെ കർത്താവും ദൈവമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ കഴിയുമോ, എൻ്റെ കർത്താവ് ദൈവമേ,
എൻ്റെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ അരികിലേക്ക് വരുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ, ഞങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഞങ്ങൾ എന്തുള്ളു കർത്താവേ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അത് കണ്ണുനീരോടെ മാത്രമേ നിങ്ങൾ കേൾക്കാവൂ. നിന്റെ അവിശ്വാസത്തെ മാറ്റുവാൻ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ആ മുറിവുമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്ത് സയൻസ് ആണത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ മുറിപ്പാടുകൾ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് മുറിപ്പാടെന്ന് അറിയാമോ? നമ്മുടെ അവിശ്വാസം മാറ്റുവാൻ. നമ്മൾ ഇന്നും പറയുകയാണ്, എനിക്ക് മുറിവ് കാണണം. നമ്മൾ പറയേണ്ടത് അതല്ല, എന്റെ യേശുവിന്റെ മുറിവ് എനിക്ക് കാണേണ്ട എന്നല്ലേ പറയേണ്ടത്. പക്ഷേ അവിശ്വാസമുള്ള മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ആ മുറിവ് കാണണം. ഇന്നും അവന്റെ മുറിവെടുത്തുന്നവരായി, അവന്റെ മുറിവുകളെ വ്രണപ്പെടുത്തുന്നവരായ അവിശ്വാസികളുടെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പറയാം, കർത്താവേ, നിന്റെ മുറിവ് ഞങ്ങൾക്ക് കാണേണ്ട, നീ മുറിവേറ്റവനാണ്, നിന്റെ മുറിവാണ് എന്റെ മുറിവിനെ മാറ്റിയത്, എന്റെ തകർച്ച മാറ്റിയത് നിന്റെ തകർച്ച കൊണ്ടാണ്, ഞാൻ ജീവനോടിരിക്കുന്നത് നീ മരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം അത്ര മാത്രം അവൻ മുറിവേറ്റവനാണ്. അത് വെറൊരു പിക്ചർ അല്ല കേട്ടോ, നിങ്ങൾ അത് കണ്ടിതാകരുത്. അങ്ങനെയൊന്നുമല്ല കർത്താവിൻ്റെ സ്തോത്രം. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഒരു ചരിത്ര പുസ്തകമല്ല, ജീവന്റെ പുസ്തകത്തിൽ നിന്നും അനുഭവിച്ച കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, ഇന്നും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, ഇനിയും ആ മുറിവേറ്റ കരവുമായിട്ട് അവൻ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്ന് ആ കുത്തിയവർ അവനോട് ചോദിക്കും, അവനെ കുത്തിയ, അവനെ മുറിപ്പെടുത്തിയ അവന്റെ തലമുറകൾ സ്തോത്രം ചോദിക്കും, ഹല്ലേലൂയ, ഈ മുറിപ്പാടുകൾ എന്താണ്? യേശു പറയുന്നൊരു മറുപടി ഉണ്ട്, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ട അടികൾ. അതുവരെ ആ മുറിവ് കാണും. എൻ്റെ ടോപ്പിക് അതല്ല, കർത്താവിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, നമ്മളുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ തർക്ക വാക്കുകൾ കൊണ്ട്, സ്തോത്രം, നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിൽ ഒരിക്കലും കർത്താവിനെ നമ്മൾ പരീക്ഷിക്കരുത്. നമുക്ക് വിശ്വസിക്കാം, അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവനാണ്. അവൻ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവനാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ഇവിടെ ഒരു കഥാപ്രസംഗമല്ല നടത്താൻ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഇവിടെ പാട്ടുപാടി അതിൻ്റെ മഹത്വം വെളിപ്പെടുത്താനല്ല വന്നിരിക്കുന്നത്. ഇവിടെ വേഷങ്ങളല്ല ഇവിടെ പ്രധാനമായ വിഷയം. ഇവിടെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമുക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയവനായ അരുമനാഥനായ യേശുവിനെ ആരാധിക്കണം. യേശുവിനെ ആരാധിക്കണം. യേശുവിനെ ആരാധിച്ച് ബലപ്പെട്ടു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് ബലപ്പെടണ ഒറ്റ അജണ്ടയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഒരു ക്രമമില്ല, ആരാധന ക്രമമില്ല. ഇല്ലേ പാസ്റ്റർ? ആരാധന ക്രമം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതനുസരിച്ചായിരിക്കും ഒരു മീറ്റിംഗ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വേർപെട്ട ദൈവമക്കൾ, ഹല്ലേലൂയ, വിശ്വാസികളായ ദൈവമക്കൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കൂടി വരുമ്പോൾ ഇവിടെ നമുക്ക് സ്തോത്ര ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിയോഗം അനുസരിച്ചാണ്. പ്രിയ കർത്തൃദാസൻ വചന ശുശ്രൂഷയ്ക്ക് സമയം തന്നു. എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. ഇന്നത് പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല, ഇന്ന രീതിയിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ല, ഇന്ന ഭാഗം വായിച്ചാൽ മതിയെന്ന് പറഞ്ഞില്ല. എനിക്ക് ഒരു ഡയറക്ഷനും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് അറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഏത് നിലയിൽ അത് നിയോഗിക്കുന്നു, അതുപോലെയാണ് ഇവിടെ ശുശ്രൂഷ നടക്കേണ്ടത്. ഇന്ന് പകൽക്കാല പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാനായിട്ട് നാം വിട്ടുകൊടുത്താൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയായി, ദൈവശക്തിയായി, അത് രോഗസൗഖ്യമായി, അത് മറുപടിയായി, അത് ബലമായി, അത് അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മേൽ വ്യാപരിക്കും. Glory, hallelujah. Praise God, praise God, hallelujah. അപ്പോൾ വിശ്വാസം എന്ന വിഷയത്തിൽ ഞാൻ അവിടെ നിർത്തുകയാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. കർത്താവിന് സ്തോത്രം. അപ്പോൾ വിശ്വാസം
അടുത്ത എന്താണെന്നറിയാമോ? സാക്ഷ്യം. അപ്പൊ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ചാണ് സാക്ഷ്യവും വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ അധികം സാക്ഷ്യമൊന്നും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില അനുഭവങ്ങളൊക്കെ നമ്മൾ പറയണം. എന്നാൽ നാട്ടിലത്തെയൊക്കെ കാര്യം പറഞ്ഞാൽ ഈ സാക്ഷിയോഗം എന്നും പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭായോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം കൊല്ലുന്നതും ജനങ്ങൾ മടുക്കുന്നതും പിള്ളേർ സഭ വിട്ടു പോകാൻ കാരണമൊക്കെ ഒരു പരിധി വരെ ഈ സാക്ഷിയോഗമാണ്. ഈ സാക്ഷിയോഗത്തിന് എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനതിലേക്കൊന്നും വിമർശനം പറയാൻ താല്പര്യപ്പെടുന്നില്ല. 1-ാം നൂറ്റാണ്ടിലെ സാക്ഷ്യവും ഇന്നത്തെ സാക്ഷ്യവും ആനയാടുമ്പോൾ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് സാക്ഷ്യം. ആ സാക്ഷ്യം എന്താണെന്നാണ് ഇനി അടുത്തത് ഞാൻ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം മൊത്തം വായിച്ചാൽ മതി, അത് വ്യക്തമാണ്. എങ്കിലും സമയമില്ലല്ലോ, ടച്ച് ചെയ്ത് പോകാം. എബ്രായ ലേഖനമാണല്ലോ നമ്മൾ വായിച്ചത്. അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, രണ്ടാം വാക്യം മുതൽ. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. സാക്ഷ്യം ലഭിച്ചു. അടുത്തത് അടുത്ത വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെ എതിരെ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അതിന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഒന്ന്, സാക്ഷ്യം കൽപ്പിച്ചു. 2, മരിച്ച ശേഷം എന്ത് ചെയ്തു? നിങ്ങൾ ഓർത്തു നോക്കിയേ, ഒരാൾ മരിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, അത് ദുരുപദേശമല്ലേ? മരിച്ച ശേഷം സംസാരിക്കുമോ? വേദപുസ്തകം പറയുന്നു മരിച്ച ശേഷം സംസാരിച്ചു. ആര് സ്വത്രം പറയല്ലേ? മരിച്ച ശേഷം എന്തോ സംസാരിച്ചത്? സാക്ഷ്യം. ഞാൻ ഇന്ന് പ്രസംഗിക്കുക, എത്ര നൂറ്റാണ്ട് മുമ്പ്, എത്ര ആണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോയ ആളാണ്. പക്ഷെ സാക്ഷ്യമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ മരിച്ചാലും സാക്ഷ്യം മരിക്കുന്നില്ല. ഈ ഭൂമിയിൽ പ്രിയ പ്രകാശ് പാസ്റ്റർക്ക് ഇവിടെ ഒരു സാക്ഷ്യം, ഒരു മുദ്രയായിട്ട് പതിപ്പിക്കാൻ പോവുകയാണ്. എന്നെക്കുറിച്ച് ദൈവം തന്ന ശുശ്രൂഷയാണ് ഇൽഗാരാജ്. അതൊരു സാക്ഷ്യം. നിങ്ങൾ കടന്നു പോകും. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, ഒരു സാക്ഷ്യം നിങ്ങൾക്ക് ഈ ലോകത്തിന് കൊടുക്കാനുണ്ട്. നിങ്ങൾ വിശ്വസിച്ച വിശ്വാസം എത്ര സത്യമാണ്, ഇനിയും നിങ്ങൾ കൊടുക്കാനുള്ള സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിന്റെ സ്വഭാവം പലതാണ്. ഇവിടെ ആരാധിച്ച സാക്ഷിയായി, പക്ഷേ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടിയോ? വീട് കിട്ടിയോ? വണ്ടി കിട്ടിയോ? ദീർഘായുസ് കിട്ടിയോ? ആരാധിച്ച് സാക്ഷിയായി. പക്ഷെ എങ്ങനെ സാക്ഷിയായി? ആരാധിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത് മരണമാണ്. നിങ്ങളുടെ മുഖത്തിന്റെ സന്തോഷവും പോയി, സ്തോത്രവും പോയി, എല്ലാം പോയി. അപ്പൊ ആരാധിച്ചാൽ ഇതാണ് കിട്ടുന്നത്. കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം പറയുന്നു, ആരാധിക്കാൻ വിശ്വാസം ആഴം ഉള്ളിൽ വന്ന് അവനെ ആരാധിച്ചു കഴിഞ്ഞ് മരിച്ചാൽ സാരമില്ല. അതാണ് വിശ്വാസത്തിന്റെ സാക്ഷി. പെട്ടെന്ന് ഞാൻ പോവുകയാണ്. പക്ഷേ അടുത്ത ഒരാളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹാനോക്ക് എന്ന പുള്ളിക്കാരന് വിശ്വാസത്താൽ, ഇതേ വിശ്വാസം, ഇതേ ദൈവം, വേറെ ദൈവം അല്ല കേട്ടോ. ഹാബേലിന്റെ ദൈവം ആരാധിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്ന ആ വിശ്വാസം. ഹാനോക്കിന്റെ ദൈവം വേറെയാണോ? അതേ ദൈവം, അതേ വിശ്വാസം. ഹാനോക്കിന് എന്ത് സംഭവിച്ചു? ചിന്തിക്കാൻ പറയാണ്. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. ഹാബേൽ പറഞ്ഞില്ല ഹാനോക്കിനോട് നീ അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന്.
ആരുടെയെങ്കിലും മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടെങ്കിൽ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, ഇന്നാർക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇന്ന ദൈവദാസന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചു, ഹല്ലേലൂയ, എന്തുകൊണ്ട് അപകടമുണ്ടായി, എന്തുകൊണ്ട് പെട്ടെന്ന് മരിച്ചു, മറുപടി കിട്ടാത്ത വിഷയമായിട്ട് ആരെങ്കിലും അതേ ജീവിക്കുന്നെങ്കിൽ ഒന്ന് പറയാം. സ്തോത്രം. അതേ, ഹല്ലേലൂയ. വിശ്വാസം ഒന്ന്, ദൈവം ഒന്ന്, അനുഭവം വ്യത്യസ്തമാണ്. അതെ, നിനക്ക് മരണം കൂടാതെ നീ ജീവനോടിരിക്കുന്നെങ്കിൽ അത് നിന്നോടുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. അതെ, നീ ഇന്ന് ജീവനോടിരിക്കുന്നത്, ദീർഘായുസോടിരിക്കുന്നത്, എത്ര വർഷം ഇരിക്കണം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. മരണം കാണാതെ ഹാനോക്ക് എടുക്കപ്പെട്ടെങ്കിൽ വിശ്വസിക്കുക, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അടുത്ത് സംഭവിക്കാൻ പോകുന്ന മരണം കാണാതെ എടുക്കപ്പെടുന്ന അനുഭവമാണ്. അതേ, സാക്ഷ്യമുള്ളവരായി ജീവിക്കുക, ദൈവകൃപയുള്ളവരായി ജീവിക്കുക, കണ്ണുകളെ അടയ്ക്കാൻ പ്രിയമുള്ളവരെ. അതേ, ഹല്ലേലൂയ, അവന്റെ നാമമഹത്വത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സഭയെ അനുഗ്രഹിക്കണമേ, കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ, നിന്റെ മക്കളെ നിന്റെ കൃപ ചൊരിയണമേ നാഥ. ഈ സഭായോഗ മധ്യത്തിൽ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനാണ് സ്തോത്രം. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ബലത്തോട് കൃപയോട് നിന്റെ മക്കളെ നിർത്തിക്കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്നിലുള്ള വിശ്വാസം ഒരു സാക്ഷ്യമായി മാറട്ടെ കർത്താവേ. നിന്റെ സാക്ഷിയായി ഞങ്ങൾ ഫലം കായ്പാൻ ഞങ്ങൾ കർത്താവേ ഈ കാലഘട്ടത്തിൽ നിന്റെ സാക്ഷിയുടെ ഒരു മുദ്ര പതിപ്പിക്കുവാൻ, അത് ഞങ്ങളുടെ തലമുറകളിലേക്ക്, അത് ഞങ്ങളുടെ കർത്താവേ ജനസമൂഹത്തിലേക്ക് ഒരു സാക്ഷ്യമായി നിലനിർത്തുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ കർത്തൃദാസനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യേശുവേ, സ്തുതികൾക്കു യോഗ്യനീ, യോഗ്യനീ, കുഞ്ഞാടേ നീ, ഒരിക്കൽ കൂടെ യോഗ്യനീ, യോഗ്യനീ, യേശുവേ യോഗ്യനാ, സ്തുതികൾക്കു യോഗ്യനീ, യോഗ്യനീ, ഓ യോഗ്യനീ, കുഞ്ഞാടേ. അവൻ നമ്മെ നിത്യമായി സ്നേഹിച്ചു, ഓ നിത്യമായി സ്നേഹിച്ച തിരുനീണത്താൽ വീണ്ടെടുത്തു, ഓ നിത്യമായി സ്നേഹിച്ച ഓ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയർത്തുന്നു മരണത്തെ ജയിച്ചവനാ, ഉയർത്തുന്നു ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ, ഓ യോഗ്യനീ, യേശുവേ, യേശുവേ, സ്തുതികൾക്ക് യോഗ്യനീ, ഓ യോഗ്യനീ, ഓ യോഗ്യനീ, ദൈവകുഞ്ഞാടേ നീ, യോഗ്യനീ, യേശു യോഗ്യനീ, ഓ യേശു, സ്തുതികൾക്ക് യോഗ്യ, സ്തുതികൾക്ക് യോഗ്യനീ, ഓ യോഗ്യനീ, ഓ യോഗ്യനീ, ദൈവകുഞ്ഞാടേ നീ, യോഗ്യനീ, ഓ യോഗ്യ, യേശു മാത്രം. ചെറുപടവൻ സൗഖ്യദായകൻ, ഓ എന്റെ ദൈവമേ, നീയല്ലാതില്ലാരും എന്നെ
യേശുവല്ല ോരാശ്രയം ഒന്നുകൂടെ ചേർന്ന് എൻ്റെ യേശുവല്ല ആശ്രയം പൂവി വിശ്രാമം പാലിലും പാലത്തിലും നീ സ്ത്രീയൻ എൻ ദൈവമേ നീ അല്ലാതില്ലാരോ യേശു മാത്രം മതി